ഇനി നീ ഇവൾക്ക് വേണ്ടി മുഷിയണ്ട. ഇവൾക്ക് നല്ല വില കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞിമണിയെ എത്രയും വേഗം ഒഴിവാക്കണമെന്ന് നീലാംബരി. ബോധം തെളിയുന്ന ഇവയെ സമാധാനിപ്പിക്കുന്ന കനി. ലോറി ഡ്രൈവറെ ചോദ്യം ചെയ്ത CI മുംതാസ് SI ബലരാമനെ വിളിക്കുന്നു. പിച്ചളയ്ക്കും ബാലനും ജാമ്യം കിട്ടുമെന്ന് ജെസി സീതയോട് പറയുന്നു. CI മുംതാസിന്റെ അന്വേഷണത്തെക്കുറിച്ച് SI ബലരാമൻ നീലാംബരിയെ അറിയിക്കുന്നു. തുടർന്ന് കാണുക. CI മുംതാസ് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് വിളിച്ചന്വേഷിക്കണമെങ്കിൽ ആ കുഞ്ഞിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണമല്ലോ. അല്ല, CI എന്താ വിളിച്ച് അന്വേഷിച്ചത്? എന്റെ സ്റ്റേഷൻ പരിധിയിൽ 1 വയസ്സ് തികയാത്തൊരു പെൺകുഞ്ഞിനെ കിട്ടിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് പന്തി കെടുവന്നു. ഞാൻ നൈസാട്ടങ്ങൂരി. അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ലെന്ന് പറയുകയും ചെയ്തു. അവരത് വിശ്വസിച്ചോ എന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ സർക്കിൾ ഇൻസ്പെക്ടർ എന്റെ പരിധിയിലെങ്ങാനും പ്രവേശിച്ചാൽ ആ നിമിഷം ഓഫീസർ വിവരം അറിയും. ആ സർക്കിൾ ഇൻസ്പെക്ടർ ബലരാമൻ സാറിനെ തന്നെ വിളിച്ചന്വേഷിച്ചതിന്റെ ഗുട്ടൻസ് എന്താണ്? ആ കുഞ്ഞ് ഈ ഏരിയയിലെത്തിയെന്ന് അവർക്ക് വിവരം കിട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതൊന്നും ആയിരിക്കില്ല. ഒരു കുഞ്ഞു മിസ്സിംഗ് ആയാൽ എല്ലായിടത്തും വിവരം എത്തിച്ചന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. അതൊരു ഫോർമാലിറ്റി മാത്രം. ഇന്നേ വരെ ഒരാളെയും അന്വേഷിച്ച് ആരും വന്നിട്ടില്ല ഇവിടേക്ക്. പിന്നല്ലേ മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനെയും തേടി ഒരു പോലീസുകാരി വരാൻ. അല്ലെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും തകൃതിയായ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അവരങ്ങനെ അന്വേഷണം നടത്തി എവിടേക്കോ എത്തും. അവരുടെ മണം പോലും ഇവിടെ എങ്ങും എത്തില്ല. പിന്നല്ലാതെ ബലരാമന്റെ പരിധിയിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാ ഇങ്ങനൊക്കെ ഭയക്കുന്നത്. ഈ നീലാംബരിയുടെ ലെവലിൽ നിന്ന് കാര്യങ്ങളെ കാണും. ഇസ്തിരി ചുളിയാത്ത കാക്കിയിട്ട് സുഖലോലുപതയിൽ കഴിയുമ്പോഴാണ് ബലരാമൻ SI ഈ ബന്ധത്തിലേക്ക് വരുന്നത്. ഞാൻ അങ്ങനെയല്ല. ഇതിന് അസ്ഥിവാരമുണ്ടാക്കുന്നത് മുതൽ ഞാനുണ്ട് ഇതിനൊപ്പം. അതുകൊണ്ട് ഓരോ സ്പന്ദനത്തിന്റെ അളവും തോതും എനിക്കറിയാൻ പറ്റും. ഞാൻ എന്നെ കാണുന്നത് പോലെ തന്നെയാണ് എനിക്കൊപ്പം നിൽക്കുന്ന എല്ലാവരെയും കാണുന്നത്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. ശരി. ബലരാമൻ സാറിനെ പോലെ നേരിയൊരു പേടി എനിക്കുമുണ്ട്. ഈ പറഞ്ഞ CI മുംതാസുമായിട്ട് മുമ്പ് വേറൊരു കാര്യവുമായി കൂട്ടിമുട്ടിയിട്ടുണ്ട് ഞാൻ. അതും ഒരു കുഞ്ഞിനെ മാറ്റൽ സംഭവം തന്നെയായിരുന്നു. ഉണ്ണിക്കുട്ട, എന്താ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്ന്? ആ പറഞ്ഞിരുന്നു. ഞാനത് വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ഒരാൾ വരുന്നുണ്ട്. അയാൾ എന്നെയും നിന്നെയും നമ്മളെല്ലാവരെയും നീലാംബരിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. രക്ഷിക്കും. ഒന്ന് പോയ കനി, നീ വല്ല സ്വപ്നവും കണ്ടിട്ട് അത് വന്ന് വിളമ്പി ഈ കുരുന്നുകൾക്ക് വെറുതെ ആശ കൊടുക്കരുത്. അൻപണ്ണ, ഇത് സ്വപ്നമൊന്നും അല്ല. ഏത് നിമിഷവും ഇവിടേക്കൊരാൾ വരും. അയാൾ നമ്മളെ രക്ഷിക്കും. അതിന് കാരണക്കാരി ചിലപ്പോ ദേ മണിക്കുട്ടിയായിരിക്കും. നീലാംബരി മാഡവും SI ബലരാമനും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടതാ. എന്ത് കേട്ടെന്ന്? ഈ പ്രായത്തിലൊരു കുട്ടിയെ കാണാതായിട്ടുണ്ടെന്നും അതിനെ കണ്ടെത്താൻ വേണ്ടി പരക്കെ അന്വേഷണം നടക്കുകയാണെന്നും. അതിന് കാണാതായ കുഞ്ഞും ഈ കുഞ്ഞുമായിട്ട് എന്ത് ബന്ധം ഉണ്ടാവാനാ? അവരന്വേഷിക്കുന്ന കുഞ്ഞ് ചിലപ്പോ ഈ മണിക്കുട്ടിയാണെങ്കിലോ? അവരന്വേഷിക്കുന്നത് മണിക്കുട്ടിയെ തന്നെയാ. അതുകൊണ്ടല്ലേ ഇക്കാര്യം ബലരാമൻ SI നീലാംബരി മാഡത്തോട് പേടിച്ച് വിറച്ച് പറഞ്ഞത്. മണിക്കുട്ടിയെ തേടിയുള്ള അവരുടെ അന്വേഷണം ഇവിടേക്കും വരും. അവരന്വേഷിക്കുന്ന മണിക്കുട്ടി മാത്രമല്ല, നമ്മളെല്ലാവരും നീലാംബരിയുടെ തടവറയിൽ കഴിയുന്നവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് അവർ മോചിപ്പിക്കും. നീ പറഞ്ഞ അന്വേഷണവും മണിക്കുട്ടിയുടെ കാര്യമൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ അവര് നമ്മളെ മോചിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻപണ്ണം കണ്ടോ, നമ്മളെല്ലാരും നഷ്ടപ്പെടുന്നുള്ള ആദ്യമുണ്ട് ആ SIക്ക്. അയാൾ ആരാ മോൻ? മണിക്കുട്ടിയെ തേടി ആരെങ്കിലും ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇവിടെ അറിയിക്കും. മേഡം നമ്മളെല്ലാവരെയും ഇവിടുന്ന് മറ്റൊരു താവളത്തിലേക്ക് മാറ്റും. ഇത്തവണ ഏതായാലും അവർക്ക് നമ്മളെ ഒരിടത്ത് ഒളിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല. മണിക്കുട്ടിയെ അവർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഇവള് ഭാഗ്യമുള്ളവളാ ഉണ്ണിക്കുട്ട. നീലാംബരിയുടെ കയ്യിൽ നിന്ന് നമ്മളെല്ലാരും കൂട്ടത്തോടെ രക്ഷിക്കാൻ വേണ്ടിട്ടാ മണിക്കുട്ടി ഇവിടെ എത്തിയത്. നീലാംബരിയെയും ഐരാവതനെയും ബലരാമനെയും ആശ ഡോക്ടറിനെയും ഒക്കെ പോലീസ് പിടിക്കണം. എന്നിട്ട് നിരത്തി ഷൂട്ട് ചെയ്യണം. നാളെ ഒരു കുട്ടികൾക്കും ഇതുപോലൊരു സങ്കടം ഉണ്ടാവരുത്. കണിച്ചേച്ചി, മണിക്കുട്ടി അന്വേഷിച്ചു വരുന്നവർ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. വരും അല്ലേ മണിക്കുട്ടി? എസ് ഐ ബലരാമൻ. ഒരൊറ്റ ഫോൺ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതുകൊണ്ടാ അയാളെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കിയത്. ഊഹം തെറ്റിയില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഗുണ്ട തന്നെയാ ഈ എസ് ഐ ബലരാമൻ. ആൾ എസ് ഐ ആണെങ്കിലും പവർ അതിനു മേലെയാ. മന്ത്രിതലത്തിലും രാഷ്ട്രീയ തലത്തിലും സമൂഹത്തിലെ സമ്പന്ന വർഗങ്ങളുമായും നല്ല ബന്ധമായി ബലരാമന്. അപ്പോ ആള് വൻ പുലിയാണല്ലേ? അതെ, ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട് ഈ എസ് ഐ ബലരാമന്റെ ദൈവങ്ങൾ. ആ ലോറി ഡ്രൈവറെയും കൊണ്ട് കുഞ്ഞുമണി ഇറക്കിവിട്ട സ്ഥലത്ത് പോയി ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. അതിലൊരു ഗുണവും ഉണ്ടായില്ല. റോഡരികിൽ ഉപേക്ഷിച്ച കുഞ്ഞുമണി നല്ല ആൾക്കാരുടെ കയ്യിലല്ല എത്തിയതെന്ന് ഉറപ്പിക്കാം. നല്ല ആൾക്കാർക്കാണ് കിട്ടിയതെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അത് അറിയാതിരിക്കില്ലല്ലോ. അനാഥാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കിട്ടിയ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിലോ സന്നദ്ധ സംഘടനകളെയോ അറിയിക്കുമല്ലോ. ഇവിടെ അതും ഉണ്ടായിട്ടില്ല. അതിന്റെ നാനാവശങ്ങളിലേക്ക് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്. കുഞ്ഞുമണിയെ ലോറി ഡ്രൈവർ അവിടെ ഇറക്കി വിട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാ. അവിടുന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടം വരെ ചെന്നിട്ട് ആ എസ് ഐ ബലരാമനെ മാഡം നേരിട്ട് കണ്ടില്ലേ? ഇല്ല. അതെന്തു പറ്റി? നേരിട്ട് കണ്ട് ഒന്ന് ചോദ്യം ചെയ്യായിരുന്നില്ലേ? അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ അയാളെ കാണാതിരുന്നത്. സഹായിക്കില്ലെന്ന് മാത്രമല്ല, തടയിടാൻ നോക്കുകയും ചെയ്യും. നമ്മൾ സംശയിക്കുന്ന പോലെ ഏതോ റാക്കറ്റിന്റെ കയ്യിൽ കുഞ്ഞുമണി എത്തിയിരിക്കാനാണ് സാധ്യത. പകൽ സമയത്ത് റോഡരികിൽ ഇറക്കിയിരുത്തിയ കുഞ്ഞിനെ ഒരാള് പോലും കണ്ടില്ല എന്നുള്ളത് അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘവുമായിട്ട് ബന്ധമുള്ളവര് പ്രവർത്തിക്കുന്നുണ്ടാവും. അതെ, അവരിലേക്ക് എത്താനുള്ള ഒരു ലിങ്കാണ് ആവശ്യം. എസ് ഐ ബലരാമൻ സത്യസന്ധനായിരുന്നെങ്കിൽ അയാൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ ഇനിയിപ്പോ അതിനെന്താ ഒരു വഴി? ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. ആ, വയലോരം വീട്ടിലുള്ളവരുടെ ജാമ്യക്കാര്യം എന്തായി ജെസി? ബാലനും പിച്ചളയ്ക്കും ജാമ്യം കിട്ടും. അക്കാര്യം അവിടെ ചെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ കാലതാമസം എടുക്കുന്ന എന്താ? മനസ്സിജൻ ജയിൽ ചാടിയതാ ചെറിയൊരു കുരുക്കായി കിടക്കുന്നത്. 3 പേരും ഒന്നിച്ചായിരിക്കുമ്പോഴാണല്ലോ മനസ്സിജൻ ജയിൽ ചാടിയത്. അതോടെ മനസ്സിജൻ മാത്രമല്ല, ബാലനും പിച്ചളയും നോട്ടപ്പുള്ളികളായി. അവര് 3 ആളും പാവങ്ങളാണെന്നും സാഹചര്യമാണ് അവരെ ജയിൽ ചാടുന്നതിലേക്ക് എത്തിച്ചതെന്നും നമുക്കറിയാം. എന്നാൽ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ അത് ധാരാളം മതിയല്ലോ. അപ്പോ അത് ജാമ്യത്തെ ബാധിക്കുവോ? ഏയ് ഇല്ല. സവിത മാഡം ന്യായയുക്തമായി തന്നെ നീങ്ങിയിട്ടുണ്ട്. കൊടിയ ക്രിമിനലുകൾ സസുഖം വാഴുമ്പോ പാവങ്ങളുടെ മേൽ വലിയ വലിയ കുറ്റങ്ങൾ ചുമത്തി വീരസ്യം കാണിക്കുന്ന രീതിയാണല്ലോ ഇവിടെയുള്ളത്. അതിനെക്കുറിച്ചൊന്നും മാഡത്തിനോടധികം പറയേണ്ടതില്ലല്ലോ. ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട, അത് കിട്ടിയിരിക്കും. ഇനി കുഞ്ഞുമണിയിലേക്ക് എത്താനുള്ള ഒരു വാതിൽ തുറന്നു കിട്ടണം. എന്തായി? ആ ലോറിക്കാരനെ കണ്ടെത്തി. കുഞ്ഞുമണിയെ വഴിയിൽ ഒരിടത്ത് ഉപേക്ഷിച്ചെന്നാ അയാള് മുംതാസ് മാഡത്തോട് പറഞ്ഞത്. കുഞ്ഞുമണിയെ കളഞ്ഞിട്ട് പോയെന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുംതാസ് മാഡം അയാളെയും കൂട്ടി പോയിരുന്നു. എന്നിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റിയോ? ഇല്ല അപ്പച്ചമ്മ. കുഞ്ഞുമണിയെ വഴിയിൽ എവിടെയോ ആക്കിയിട്ട് അയാൾ പോയെന്ന്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അയാൾക്കറിയില്ലെന്ന്. വഴിയിൽ ഇറക്കി വിട്ടോ? എന്റെ ഈശ്വര, ഒന്നും നടക്കാൻ പോലും പ്രായമാവാത്ത കുഞ്ഞിനെ വഴിയിലിറക്കി വിട്ട അയാൾ ഒരു മനുഷ്യനാണോ? എല്ലാരും എന്താ ഇങ്ങനെ ആയിപ്പോയേ? എല്ലാവരും അവരവരുടെ കാര്യം മാത്രമേ നോക്കൂ അപ്പച്ചമ്മേ. മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനെ കിട്ടിയ
അതൊരു പൊല്ലാപ്പാവെന്ന് കരുതി കാണും അയാള്. കുഞ്ഞിനെ വഴിയിൽ കളഞ്ഞതിന് പകരം ഒന്ന് അന്വേഷിക്കാനോ ആരെങ്കിലും ഏൽപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നെങ്കിലോ. മോളെ, കുഞ്ഞുമണിയെ റോഡരികിൽ ഇറക്കി വിട്ടെന്നല്ലേ അയാൾ പറഞ്ഞത്? അങ്ങനെയാവുമ്പം ആരുടെയെങ്കിലും കൈ കിട്ടിക്കാണും. റോഡരികിലാണെങ്കിൽ മുന്താസ് മാഡവും വക്കീലും പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചിരിക്കുവോ? എന്താ അപ്പച്ചമ്മേ? അല്ല, കുട്ടികളെ കടത്തിക്കൊണ്ടുപോണവരുടെ കയ്യിലെങ്ങാനും. അപ്പച്ചമ്മേ, ഇതെല്ലാം കേൾക്കുമ്പോ അങ്ങനെ സംഭവിക്കുമെന്നാണ് തോന്നുന്നത്. മനസ്സ് പറയുന്നതും അത് തന്നെയാണ്. അങ്ങനെയുള്ള സംഘത്തിന്റെ കയ്യിലാണ് കുഞ്ഞുമണി എത്തിപ്പെട്ടതെങ്കിൽ ഇനി എന്താ അവസ്ഥിതി? എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അപ്പച്ചമ്മ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? മുന്താസ് മാഡം അന്വേഷണം നിർത്തിയോ? ഇല്ല അപ്പച്ചമ്മ, അന്വേഷണം നിർത്തിയിട്ടൊന്നുമില്ല. കുഞ്ഞുമണിയെ ലോറിയിൽ നിന്ന് ഉപേക്ഷിച്ച സ്ഥലത്തെത്തി ഒന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും അവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുമെന്നാ മുംതാസ് മാഡം പറഞ്ഞത്. സ്ഥലം അറിഞ്ഞ സ്ഥിതിക്ക് ബാലേട്ടനോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ പോയൊന്ന് അന്വേഷിക്കായിരുന്നു. എവിടെയാണെങ്കിലും നമ്മുടെ കുഞ്ഞുമണിയെ കണ്ടെത്താൻ പറ്റും അപ്പച്ചമ്മ. അപ്പച്ചമ്മ വാ. എനിക്കെന്റെ മമ്മയെ കാണണം, പപ്പയെ കാണണം, എനിക്ക് പോണം. കരയാതെ വാ. ഒച്ചേട്ടാ ഐരാവതനെങ്ങനെ വന്ന എല്ലാവർക്കും കിട്ടും അടി. ഞാൻ എന്റെ പപ്പയും മമ്മയും സ്വപ്നം കണ്ടു. എന്നെ കാണാണ്ട് രണ്ടാളും ഒരേ കരച്ചില. എത്രയും വേഗം എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഈ രാത്രി എങ്ങനെ വീട്ടിലെത്താനാ? അതൊരിക്കലും നടക്കില്ലേ വാ. അപ്പോ ഒരിക്കലും എനിക്ക് എന്റെ പപ്പയും മമ്മയെ കാണാൻ പറ്റില്ലേ? കാണാനൊക്കെ പറ്റും, ഒരു വരി ഒത്തുവരാതിരിക്കില്ല. എന്താ ഇവിടെ ചോദിച്ചാ കേട്ടില്ലേ? ഉറങ്ങാതെ രണ്ടും കൂടി ഇവിടെ എന്താ പരിപാടിന്ന്? ഇവയുടെ പപ്പയും മമ്മയും സ്വപ്നം കണ്ട് കരഞ്ഞു. സ്വപ്നം കാണലേ ഉണ്ടാവും. നീയൊന്നും ഒരിക്കലും വീടെത്താൻ പോകുന്നില്ല. നീയാണ് ഇവരുടെ നേതാവല്ലേ? ഇനി ഇവിടുന്ന് ചാടിപ്പാൻ വല്ല പ്ലാനും ഉണ്ടോ? അതായിരുന്നോ ഗൂഢാലോചന? നീയും ആ കുഞ്ഞുമായി ഇവിടെ കിടന്ന് വിലസുന്നത് ഞാൻ അറിയുന്നില്ല എന്ന് കരുതരുത്. ഇവിടെ ഒരു ചലനം ഉണ്ടായാൽ ആ സെക്കൻഡ് ഞാൻ അറിയും. അധികം വൈകാതെ നിന്റെ നമ്പർ വിളിക്കും. അതിനു മുമ്പ് ആ കിളിന്തു കൊച്ചിനെ ആവും കയറ്റിവിടുക. വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ എല്ലാരും വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീലാംബരി മാഡത്തോട് പറഞ്ഞു നോക്കട്ടെ ഞാൻ. മാഡം സമ്മതിച്ചാൽ അതുപോലെ ചെയ്യാം. എന്ത്, മാഡത്തെ സോപ്പിടാനോ? നിങ്ങൾക്കാള് തെറ്റിപ്പോയി. ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. എന്താ സൈഫേ? ആകെ പ്രശ്നമായി. ആ കുഞ്ഞിനെ കാണാനില്ല. ഏത് കുഞ്ഞിനെ? ആ പൊടിക്കൊച്ചില്ലേ, പിള്ളേര് മണിക്കുട്ടി എന്ന് വിളിക്കുന്ന, അതിനെ കാണുന്നില്ല. പിന്നാമ്പുറത്ത് അധികം തുറക്കാത്ത ഗേറ്റില്ലേ, അത് തുറന്നിട്ട് നിലയില്ല. ഒന്നുകിൽ ആരോ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആരെങ്കിലും. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. സേഫേ, പോയി നോക്ക്.
പോലെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എണീക്കാൻ. എവിടാ അവര്? ആരെന്നോ? ആ തലതെറിച്ച ഉണ്ണിയും കുഞ്ഞിനെയും കാണുന്നില്ല. എവിടെ പോയവര്? ഉണ്ണിക്കുട്ടൻ എണീക്കണേ ഇങ്ങോട്ട്. നീ അറിയാതെ അവരെവിടെയും പോവില്ല. സത്യം പറഞ്ഞോ? ഇല്ലെങ്കിലുണ്ടല്ലോ പറയടി. എനിക്കറിയില്ല, രാത്രി കണ്ടതേ ഉള്ളൂ. അവരിവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, കേട്ടോ? മണിക്കുട്ടിയെ കൊണ്ട് എവിടേക്കാ പോയേ? എപ്പോഴാ പോയേ? എവിടെയല്ലേ അവൻ കിടന്ന്? നോ, ഇക്കാര്യത്തിൽ ബാർഗൈനിങ് ഇല്ല. എനിക്കത് ഇഷ്ടവുമല്ല. ഏത് കാര്യത്തിലായാലും ഒരു വാക്കേ ഉള്ളൂ നീലാംബരിക്ക്. വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ശരി, ആലോചിച്ചിട്ട് വിളിക്ക്. മാഡം, ആ ഉണ്ണിക്കുട്ടൻ വീണ്ടും പണി പറ്റിച്ചു. എന്തുപറ്റി? അവനെ പൊടിക്കുഞ്ഞിനെ എടുത്ത് സ്ഥലമിട്ടെന്നാ തോന്നുന്നു. സ്ഥലം വിട്ടെന്നോ? ആ, ഒന്നിച്ചുണ്ടായിരുന്ന പിശാചുക്കളോടെല്ലാം ചോദിച്ചു. അവർക്കാർക്കും അറിയില്ലെന്നാ പറയുന്നത്. കനി, അൻപഴക, അത് രണ്ടും വല്ലവരുടെയും കണ്ണിപ്പെട്ട അവനെന്റെ കൈ കിട്ടിയ ഇന്നവന്റെ ശവമായിരിക്കും. എന്താ മേഡം? കുന്തം, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ആ ഉണ്ണിക്കുട്ടൻ എന്ന കുട്ടിപ്പിശാച് ഇവിടുന്ന് വീണ്ടും ചാടിപ്പോയി. കൂട്ടത്തിലാ ഇത്തിരി പോന്ന കുഞ്ഞിനെ കൊണ്ടുപോയി. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ലെന്നോ? അറിയണം. നിനക്കൊക്കെ ഇവിടെ വേറെന്താ പണി? ഇനി നീയൊക്കെ തന്നെയാണോ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയത്? അയ്യോ, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യില്ല. മീഴ്ച്ചു നിൽക്കാതെ എല്ലായിടത്തും പോയി നോക്ക്. ആ പയ്യൻ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടാൽ അത് അപകടമാണ്. ഇവിടുള്ള ആ ഇവ എന്ന് പറയുന്ന പെങ്കൊച്ച അവനുമായിട്ട് അടുത്ത കൂട്ട്. രണ്ടെണ്ണം പൊട്ടിച്ചു ചോദിച്ചിട്ടും അവൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്. ഒന്നുകൂടി നോക്കട്ടെ. നിങ്ങളെല്ലാരും കൂടി ഇന്നലെ കിടന്നത്. എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് അവനെ എവിടെ പോയി? നിന്നോടാ ചോദിച്ചത്. നല്ല ശാപ്പാട്, സുഖതാമസം, ഒന്നും അറിയണ്ടല്ലോ. ആദ്യം വിറ്റൊഴിവാക്കേണ്ടത് നിന്നെയൊക്കെയാ. ഒരു വസ്തുവിനും കൊള്ളാത്ത രണ്ടെണ്ണം. ഉപദേശിക്കാണല്ലേ? എത്ര കിട്ടിയാലും പഠിക്കില്ല നീ. വലി തീരുന്നില്ല എനിക്ക്. നീയൊക്കെ കൂടിയാ ഇവറ്റകളെ വഷളാക്കുന്നത്, രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഓതിക്കൊടുക്കുന്നത്. ശവങ്ങളും
ആ ബലരാമൻ, നീലാംബരിയാ. 1-2 ദിവസമായിട്ട് ഇയാളുടെ വിവരമൊന്നുമില്ലല്ലോ. ഓ നടക്കട്ടെ. ആ ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ഇവിടെയുള്ള ആ തലതെറിച്ചവനില്ലേ ഉണ്ണിക്കുട്ടൻ, അവൻ വീണ്ടും ഇവിടുന്ന് പുറത്തു ചാടി. അതെ, അവന്റെ കൂടെ ആ പൊടി കുഞ്ഞുണ്ട്. ഈ പരിസരത്തൊക്കെ നോക്കി, എല്ലായിടത്തും വിവരം എത്തിക്കുകയും ചെയ്തു. ഇയാൾ ഒന്ന് നോക്ക്. ഒരു കാരണവശാലും അവരിവിടുന്ന് രക്ഷപ്പെടരുത്. രക്ഷപ്പെട്ട് വല്ലവന്റെ കണ്ണിൽപ്പെട്ടാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയാലോ? അതെ, ഡ്യൂട്ടിയൊക്കെ മാറ്റിവെച്ച് ഇതൊന്ന് നോക്ക്. ഞാൻ ഇവിടെ തീക്കനലിന് മുകളിൽ നിൽക്കുക. ശരി. ഐരാവതൻ മോളെ വല്ലാണ്ട് തല്ലിയോ? കണ്ണിച്ചോരില്ലാത്ത ദുഷ്ടൻ. ഞങ്ങളെ അയാള് വെറുതെ വിട്ടില്ല. ഉണ്ണിക്കുട്ടനെയും മണിക്കുട്ടിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞ് ഐരാവതൻ സകല ദേഷ്യവും കാണിച്ചു. കൂടുതലും അൻപണ്ണനോടായിരുന്നു. വിഷമിക്കണ്ട അൻപണ്ണ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടും അയാൾ ഒരുപാട് തല്ലി. മണിക്കുട്ടിയും കൊണ്ട് ഉണ്ണിക്കുട്ടൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവോ? രക്ഷപ്പെടട്ടെ എന്നാ ഞങ്ങളുടെയും പ്രാർത്ഥന. ഇവരുടെ കയ്യിൽ എനിക്ക് കിട്ടിയാൽ ഉണ്ണിക്കുട്ടനെ ജീവനോടെ വച്ചേക്കില്ല. നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കുട്ടനോട് എങ്ങനെയായിരിക്കും? വീട്ടുകാരോ സ്വന്തക്കാരോ ഇല്ലാത്ത ഉണ്ണിക്കുട്ടൻ മണിക്കുട്ടിയും കൊണ്ട് എങ്ങോട്ടാ പോവാ? അതാ എന്റെ പേടി. മണിക്കുട്ടിയെ അവരെ വിൽക്കുന്നു പേടിച്ചിട്ടാ ഉണ്ണിക്കുട്ടൻ. എന്നാലും ഒന്നും ചിന്തിക്കാതെ ചാടിപ്പോയത് അബദ്ധായിപ്പോയി. ഉണ്ണിക്കുട്ടൻ പുറത്തെത്തി നല്ല ആൾക്കാരുടെ മുന്നിൽ എത്തിപ്പെട്ടാൽ അവര് വന്ന് നമ്മളെ ഇവിടുന്ന് രക്ഷിക്കില്ലേ? അങ്ങനെ ആയാലും മതിയായിരുന്നു. അപ്പോ എനിക്ക് വേഗം വീട്ടിലെത്താൻ പറ്റുമല്ലേ? ഇല്ല മാഡം, അവൻ എങ്ങും കാണുന്നില്ല. ഞാൻ ഈ കോമ്പൗണ്ട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. അവൻ ഇവിടെ എങ്ങുമില്ല. അവൻ ആ കൊച്ചിനെ കൊണ്ട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് പോയി മാഡം. അവൻ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അറിയാം മാഡം. പുറത്തിറങ്ങിയാൽ ആ ചെക്കൻ ഈ താവളത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയും. നമ്മൾ പോലീസിന്റെയും ജനങ്ങളുടെയും പിടിയിലാവും. ഇതൊക്കെ വേദം ഓതുന്നത് പോലെ ഞാനും പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടെന്താ ഇങ്ങനൊരു അശ്രദ്ധ സംഭവിച്ചത്? ഇങ്ങോട്ട് ഇറങ്ങടാ അവനെ. ഇങ്ങോട്ട് ഇറങ്ങണം. ഞാൻ വരില്ല, എന്നെ വിട്. നിന്നോടല്ലേ പറഞ്ഞ ഇറങ്ങാൻ. ഇറങ്ങണേ കേട്ടു. ഞങ്ങൾ ഇനി ഇവനെ തിരക്കാൻ ഇടവില്ല. ഇവനെ എവിടുന്ന് കിട്ടി? എന്തൊരു അശ്രദ്ധയാ മാഡം. എന്റെ കണ്ണിൽ ഇവന് പെട്ടില്ലായിരുന്നെങ്കിലേ എന്താകുമായിരുന്നു അവസ്ഥ? എന്റെ വണ്ടി കണ്ടപാടെ ഇവനെ ഈ കുഞ്ഞിനെ കൊണ്ട് ഓടാൻ ശ്രമിച്ചു. ഓ, ഭാഗ്യത്തിന് ആരുടെയും കണ്ണിപ്പെടാതെ ഇവനത്തേക്ക് വണ്ടിയിടാൻ പറ്റിയത്. എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയതും റോഡിൽ വെച്ച് ഇവനെ എന്റെ കണ്ണിൽപ്പെട്ടതും ഓ എന്തോ മഹാഭാഗ്യം. അല്ലെങ്കിലേ ഇന്നത്തോടെ നമ്മുടെ എല്ലാം ഇടപാട് തീർന്നാണ്. ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ നാശം പിടിച്ചവൻ മുമ്പം പലതവണ ഇവിടെ ചാടിപ്പോയില്ലേ സാറേ? ഇവനെ പെരുമാറിയ പോലെ ഞാൻ ഒരുത്തനും പെരുമാറിയിട്ടില്ല. ഇനി ഞാൻ ഇവൻ എന്താ ചെയ്യേണ്ടത്? കൊല്ലണോ? കൊല്ലണം. മുൻപ് ഇവനെ ഒറ്റയ്ക്കാ ചാടിയെങ്കിലേ ഇപ്പോഴത്തെ ഈ കൈക്കുഞ്ഞിനെ കൊണ്ടല്ലേ അവൻ ചാടിയത്. ആൾക്കാരോട് ഇവനെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ കൈക്കുഞ്ഞിനെ കാട്ടിയാ പോരെ? മാത്രമല്ല ആ മുന്താസ് മാഡം ഈ കുഞ്ഞിനെ തിരക്ക് 4 പാടും കിടന്ന് ഓടുക. അവരുടെ മുമ്പിലേക്ക് ഇവൻ ചെന്ന് ചാടിയിരുന്നെങ്കിലോ ഇവിടുന്ന് ഒരാൾക്കെങ്കിലും പുറത്തു ചാടാനുള്ള സമയം അവർ തരുമായിരുന്നു. ഐരാവതന്റെ അശ്രദ്ധ കൊണ്ട് മാത്രമായി അവൻ പുറത്തു ചാടിയത്. ഇനി ഇവനെ എന്ത് ചെയ്യണമെന്ന് ഐരാവതൻ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ എന്താ അവസാനിപ്പിക്കണം? എല്ലാത്തിനും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. മിഴിച്ചു നിൽക്കാതെ കുഞ്ഞിനെ പോയി വാങ്ങിക്കടി. അവളെ എന്റെ മുറിയിൽ കിടത്തിയാ മതി.
ഒരുത്തിന് ഇങ്ങനെ ചാടിക്കാണിച്ച നാളെ ഇതിനകത്തുള്ള പലർക്കും ഇങ്ങനെ ഒരു ആവേശം തോന്നില്ലേ മാഡം? ഇനി അവനെന്നല്ല ഒരു കുട്ടികൾക്കും ഇങ്ങനൊരു തോന്നൽ ഉണ്ടാവാതിരുന്ന പോരെ ബലരാമ. കുട്ടികളുടെ എണ്ണം കൂടി വരികയല്ലേ. ഇനി ഐരാവതനെ പോലെ 1-2 പേരെ കൂടി ഇറക്കിയാലേ എല്ലാവരുടെ മേലും ഒരു കണ്ണുറപ്പിക്കാൻ പറ്റൂ. വേണം മാഡം. പിന്നെ ഞാനൊരു പ്രധാന മാറ്റ് പറയാൻ വേണ്ടി വന്നു. ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഈ പ്രശ്നം ഞാനൊന്ന് തീർത്തിട്ട് വരാം. ബലരാമൻ ഒന്ന് അകത്തോട്ടിരിക്കും. വണ്ടി തിരിച്ചിട്ട് സത്യം പറയണം, ആരാണ് നിന്നെ സഹായിച്ചത്? ചോദിച്ച കേട്ടില്ലേ, നിന്നെ കൊല്ലാതെ വിടണമെങ്കിൽ നീ സത്യം പറഞ്ഞോളണം. ആരെ സഹായിച്ചെന്ന് മുഖത്ത് നോക്കണം. ഒന്ന് കളഞ്ഞാലും ആരും ചോദിക്കില്ലടാ എന്നോട്. പറയണം. ഉണ്ടാതിരുന്ന ഞാൻ തല്ലിക്കൊല്ലും. ഞാനെന്ന് ആരൊക്കെയാ നിന്നെ സഹായിച്ചത് മര്യാദക്ക് പറയുന്നത് എനിക്ക് നല്ലത്. നോക്കിയിരിക്കാതെ മുഖത്ത് നോക്കണം. പറയടാ, മറുപടി പറ. എന്റെ ക്ഷമ നീ നശിപ്പിക്കരുത്. മര്യാദക്ക് പറയാനാ നിന്നോട് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരിക്കണം. ഒരെണ്ണത്തിന് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ഇതിവന്റെ അവസാനത്തെ രക്ഷപ്പെടൽ ശ്രമ. ഓർമ്മിച്ചോ? ആര് പറഞ്ഞിട്ടാടി ഇവൻ കുഞ്ഞിനെ കൊണ്ട് പുറത്തു ചാടിയത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാടി ഇവനെ സഹായിച്ചത്? നിങ്ങളാരെങ്കിലും ഇവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറയുന്നതാ നല്ലത്. ഇവന്റെ വായിന്ന് ആരുടെയെങ്കിലും പേര് വീണാൽ കെട്ടിയിട്ട് ചാർത്തും ഞാൻ എല്ലാത്തിനെയും. ആരും ഇവനെ സഹായിച്ചിട്ടില്ല. കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഇവൻ പുറത്തു ചാടിയതിൽ നിങ്ങൾക്കാർക്കൊരു പങ്കില്ല. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയണ്ട, ഇവന്റെ വായിന്ന് തന്നെ ഞാൻ പറയിപ്പിക്കും. എല്ലാരും കണ്ടോ, ഇനി ഇവനെന്നല്ല നിങ്ങളിൽ ഒരുത്തരും ഇവിടുന്ന് പുറത്തു പോണോന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോകുന്നില്ല. ഇനി നീ ഇവിടുന്ന് ഓടിപ്പോകാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. നിന്റെ കാല് രണ്ടും തല്ലി ഓടിച്ച് ഇവിടെ ഇടുക. പിന്നെ നീ പാമ്പിനെ പോലെ ഇവിടെ കിടന്ന് എഴയും. നിന്റെ കാല് തല്ലി ഓടിക്കുന്നതേ ഇവിടെ എല്ലാവരും കാണണം. പിന്നെ ഒരെണ്ണം ഇവിടെ ഓടിപ്പോകാൻ നോക്കരുത്. ഐരാവത, വേണ്ട. മാഡം, ഇവനെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല. അറിയാം, കൈയും കാലും തല്ലി ഒടിച്ചാൽ ഓടിപ്പോകില്ലായിരിക്കും. പക്ഷേ അത് കച്ചവടത്തെ ബാധിക്കും. ഡോക്ടറോട് ഡെയിലി പറയുന്നത് ഇവന്റെ കാര്യമാ. ഇവന് വേണ്ടി ഒരു ഡീൽ ഉറപ്പിക്കാൻ. നമ്മളിങ്ങനെ താണു കൊടുക്കും തോറും ഇവൻ തലേ കയറാൻ നോക്കുക. എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ. കാല് തല്ലി ഓടിച്ചിട്ടിട്ട് തിന്നാൻ കൊടുക്കണം. എന്നാൽ ഇവനൊക്കെ പഠിക്കും. വിവരക്കേട് പറയാതെ ഐരാവതൻ. തീറ്റിപ്പോറ്റാനല്ലോ ഇവറ്റകളെ പിടിച്ചോണ്ട് വന്നത്, വിറ്റ് മുതലാക്കാനല്ലേ. എന്റെ കൈ തരിച്ചിട്ട് പാടില്ല. നിന്നെ ഇനി അധികം നാൾ ഇവിടെ നിർത്തില്ല. അതുവരെ നീ ആ കുഞ്ഞിനെ തൊടാനോ എടുക്കാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉണ്ണിക്കുട്ടിനെ വേദനിച്ചോ? സാരമില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ ഒരു മണിക്കുട്ടി എന്തെങ്കിലും ചെയ്യോ?
ആ ബലരാമനും കൂടി ഡോക്ടറോടൊന്ന് പ്രസ് ചെയ്യണം. ആ ഉണ്ണിക്കുട്ടനെ ഇവിടുന്ന് പെട്ടെന്നൊന്ന് കെട്ടുകെട്ടിക്കാൻ. ആശ ഡോക്ടർ അങ്ങനെ ഉഴപ്പൊന്നും ആയിരിക്കില്ല. ക്ലയൻസുമായി ഡീൽ ഉറക്കണ്ടേ? പിന്നെ മാഡം ഫിക്സ് ചെയ്ത റേറ്റ് കിട്ടാതെ മാഡം അവനെ വിട്ടുകൊടുക്കില്ലല്ലോ. ഇതെന്താ കുഞ്ഞിനെ മാഡത്തിന്റെ മുറിയിലാക്കിയിരിക്കുന്നത്? അതിന്റെ കച്ചവടം വല്ല ഉറപ്പിച്ചോ? അതൊന്നുമല്ല, ആ ഉണ്ണിക്കുട്ടനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയാ. ഓ, ഇതെന്തൊരു ശല്യമാണ്. കനി, കനി, ഇതിങ്ങനെ വാവിട്ട് കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ഇത്തിരി പോകുന്ന കൊച്ചിനെ നോക്കുമെന്നൊക്കെ പറഞ്ഞ വലിയ പാടാ. എന്താ മാഡം? അതിന്റെ വായിൽ വല്ലതും കുത്തിത്തിരികി ആ ഒച്ച നടത്തിക്ക്. ഓ, സഹിക്കാനാവുന്നില്ല. പിന്നെ അവൻ ഇനി കുഞ്ഞുമായി കൂട്ടുകൂടാൻ പാടില്ല. വിളഞ്ഞ വിത്ത അവൻ. പാത്തും പതുങ്ങിയും വരും, നോക്കിക്കോണം. ഒന്ന് വേഗം ചെല്ല്. ഇവറ്റകളെയൊക്കെ ഇവിടെ നിലനിർത്തി പോകുന്നതിന്റെ പെടാപ്പാട് എനിക്കേ അറിയൂ. കരച്ചിലില്ലാതായല്ലോ. ഈ കുഞ്ഞുമായി പിള്ളേർ കൂടുതൽ അടുത്താൽ അത് മറ്റു പ്രശ്നങ്ങളുണ്ടാക്കും. നമുക്കത് ദോഷമായി ഭവിക്കും. ആ, എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് ബലരാമൻ പറഞ്ഞല്ലോ. എന്താ അത്? അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തെ കുറിച്ചാണ്. നീ എന്തിനാ ഉണ്ണിക്കുട്ട പിടികൊടുത്ത്? പിടി കൊടുത്തല്ലോ, അയാള് പിടിച്ചല്ലേ. മണിക്കുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അതേ വിഷമമുള്ളോ. ആ നീലാംബരി പറഞ്ഞു എന്നെ ഒരാർക്കോ വിൽക്കാൻ പോവാണെന്ന്. അതിനു മുമ്പേ മണിക്കുട്ടിയെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവ ജൂനറ്റെ എന്നെ ഒരു വിൽക്കും, കൊണ്ടുപോയി കൊല്ലും. ഞാനിവിടുന്ന് പോയാലും മണിക്കുട്ടിക്ക് ഒരു ആപത്തും വരാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം. എനിക്ക് അത്രയ്ക്ക് ജീവനാ മണിക്കുട്ടിയെ, അതുകൊണ്ടാ ഞാൻ അവളെയും കൊണ്ട് ഇറങ്ങിയത്. ഇവ എനിക്കിനി എൻ്റെ മണിക്കുട്ടിയെ കാണാൻ പറ്റോ? കഞ്ചേച്ചി, മണിക്കുട്ടി അവിടെ നീലാംബരി മാഡത്തിന്റെ മുറിയിലാക്കിയിരിക്കുക. മണിക്കുട്ടി ഇനി അവിടെ ആയിരിക്കും. മണിക്കുട്ടി അവിടെ ഒരേ കരച്ചിലായിരുന്നു. ഞാൻ ചെന്ന കരച്ചിൽ നിർത്തിയത്. എനിക്ക് മണിക്കുട്ടി കാണണം കഞ്ചേച്ചി. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട ഉണ്ണിക്കുട്ട, അത് ദോഷം ചെയ്യൂ. വിഷമിക്കണ്ട. അവരുടെ കണ്ണു വെട്ടിച്ച് വല്ലപ്പോഴൊക്കെ നമുക്കവിടെ ചെന്ന് മണിക്കുട്ടിയെ കാണാം. ഈ തടവറയിൽ നമ്മുടെയൊക്കെ കണ്ണീര് സങ്കടവും അല്പമെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ഈശ്വരനായിട്ട് തന്നതാ മണിക്കുട്ടിയെ. മണിക്കുട്ടി, നിനക്ക് വിശക്കുന്നില്ലേ? നിന്നെ കാണാൻ പറ്റാതെ അവിടെ വിഷമിച്ചിരിക്ക ഉണ്ണിക്കുട്ടനും മറ്റൊക്കെ. അവരാരും നിന്നെ തൊടാൻ പാടില്ലെന്ന ഓർഡർ. മനസ്സിന്റെ സ്ഥാനത്ത് കരിങ്കല്ല അവർക്ക്. മൂക്കവരെ കാണുന്നുണ്ടോ? എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഇപ്പൊ ഇത് കുടിക്കും. വലട്ടാ പിച്ചളെ, അവസാനം ആ തീർപ്പ് വന്നു. ഇനി സെൻട്രൽ ജയിലിലേക്ക്. ഇവിടെ 2 ബ്ലോക്കുകളിലായിരുന്നെങ്കിലും തമ്മിൽ കാണാൻ പറ്റുമെന്നുള്ള ആശ്വാസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സിജനെ ഞങ്ങളുടെ സെല്ലിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഞാനും പിച്ചളെ അനുഭവിച്ച വേദന. ബായുടെ കൂടെ വരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും വന്നേനെ. വേണ്ട പിച്ചളെ, പിച്ചളയ്ക്കും ബാലേട്ടനും ജാമ്യത്തിനുള്ള വഴിയൊരുങ്ങിയല്ലേ. ഇനിയൊരു അബദ്ധം കാണിച്ചിട്ട് ആ ജാമ്യത്തിനൊരു തടസ്സവും വരാൻ പാടില്ല. നിങ്ങൾ 2 പുറത്തിറങ്ങണം. എൻ്റെ കുഞ്ഞുമണിയെ കണ്ടെത്തണം. എൻ്റെ കുഞ്ഞുമണിയുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാ. അത് പ്രത്യേകം പറയണോ സിജ? ഇവിടെ നിന്ന് ഇറങ്ങിയ കുഞ്ഞുമണിയുടെ പിന്നാലെ തന്നെയായിരിക്കും ഞങ്ങൾ. പിന്നെ മുംതാസ് മാഡം അന്വേഷിക്കുന്നുണ്ടല്ലോ. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും
എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും കുഞ്ഞുമണിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. പോവാം. പോവാ സാറേ, ഒരു സെക്കൻഡ് കൂടി. സാറേ, സാറിനിത് വെറും ഡ്യൂട്ടി മാത്രം. ഞങ്ങളുടെ കരള പിടിച്ചു പറിച്ചു കൊണ്ടോണം. കണ്ണിൽ നിന്ന് ഇത്തിരി അകൽ നിന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് എന്നും അടുത്ത് തന്നെയായിരിക്കും. അവിടുന്ന് അടർത്തി മാറ്റിക്കൊണ്ടവനാവില്ലല്ലോ. ഇനി ഇവിടെ നിന്നാ തകർന്നു പോകും ഞാൻ. എന്റെ കുഞ്ഞുമണി ഞങ്ങൾ ഏറ്റു. വരട്ടെ. പിച്ചളെ, ഇവിടെ മിണ്ടാനും പറയാനായി എനിക്ക് ബാലേട്ടനും ഞാനുണ്ട്. അവിടെ ഭായ ഒറ്റയ്ക്ക് എന്തൊരു ശ്വാസം മുട്ടലായിരിക്കും. സെല്ലിൽ മനസ്സിനൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടാകാതിരിക്കില്ലല്ലോ പിച്ചളെ. കുഞ്ഞുമണിയെ കണ്ടെത്തണം. ജാമ്യം ഒന്ന് വേഗം ശരിയായി കിട്ടിയിരുന്നെങ്കിൽ. കൊച്ചിനെ പിടിച്ചോണ്ട് പിച്ചക്കാരന്റെ വേഷോട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മുഴുവൻ ഇപ്പൊ കുട്ടികളെ കാണാതായിക്കൊണ്ടിരിക്കുക. ഇവനെ പോലുള്ളവരൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികളെയും കാണാതാവും. അവരെ പിടിക്കും. എന്നെ കാപ്പാത്തിക്കയ്യാ. ഇവங்க എല്ലാവരും ഓടിക്കറാകയ്യാ. ഇവനെന്റെ മോനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. ഇവൻ പിച്ചക്കാരനൊന്നുമല്ല, പിള്ളേരെ പിടിക്കാൻ വന്നതാ. ഒരാള് പറ എന്താ സംഭവിച്ചെന്ന്. സാറേ, എന്റെ മോൻ ട്യൂഷന് പോകാൻ ഇറങ്ങിയതാ. ആ സമയത്താ ഇവൻ പിടിച്ചോണ്ട് പോകാൻ നോക്കിയത്. സാറേ, ഈ നിൽക്കുന്നവരെല്ലാം സംഭവം കണ്ടതാ. അതെ. ആ ഇനി മോൻ പറ. പേടിക്കണ്ട. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ശിക്ഷ കൊടുത്തോളാം. എന്താ മോന്റെ പേര്? അക്ഷയ്. അക്ഷയ് ശരിക്കും പേടിച്ചോ? എന്തിന്? ഈ പിച്ചക്കാരൻ എന്നെ പിടിക്കാൻ വേണ്ടി എന്റെ പുറകെ വന്നു. ദേ അവിടെ വെച്ച് എന്നെ കേറി പിടിച്ചു. ഇല്ല സാറേ, ഞാൻ ഒരു തപ്പും ചെയ്തിട്ടില്ല. ഇവങ്ക എല്ലാരും ഈ കൊച്ചിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതാ. ഇവനെ പിടിച്ച് വണ്ടിയെ കയറ്റ്. ഞാൻ എന്ത് തപ്പ് പണില്ല, എന്നെ വിട്ടിരിക്ക. കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത കാണിക്കണം. മിസ്സിംഗ് കേസുകളുടെ എണ്ണം കൂടി വരിക. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഓരോ ദിവസവും കാണാതാവുന്ന കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഇവൻ യാചകനാണോ യാചക വേഷം കെട്ടിയ കിഡ്നാപ്പറാണോ എന്ന് ഞാൻ തെളിയിക്കാം. പറയടാ, നീ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതല്ലേ? ഇല്ല, ഞാൻ പിള്ളേരെ തട്ടിക്കൊണ്ടു പോറോ ഇല്ല സാറേ. പിന്നെ നീ എന്തിനാ കുട്ടിയെ കയറി പിടിച്ചത്? ഞാൻ ആരെയും പിടിച്ചിട്ടില്ല. അവിടെ കൂടി ഒരു സുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ. ഞാൻ ഒരു പിച്ചക്കാരനാ സാറ്. അല്ല, നീ യാചകനല്ല. നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. സാറെന്നെ കൊല്ല് സാറ്. ഞാൻ പിള്ളേരെ പിടുത്തക്കാരനല്ല സാറ്. എന്താടാ നിന്റെ പേര്? കാശി. നീ എത്ര പിള്ളേരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്? പറയടാ. എന്റെ സാറ്, ഞാൻ ഒരു പിള്ളേരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ല. ഇല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഈ കുഞ്ഞിപ്പ എവിടെയുണ്ട്? എനിക്കറിയില്ല സാറ്. ഞാൻ ഒരു പിള്ളേരെ പിടുത്തക്കാരനും അല്ല. സൂക്ഷിച്ചു നോക്കടോ. ഈ കുഞ്ഞിനെ നീ കണ്ടിട്ടുണ്ട്? അയ്യോ ഇല്ല സാറ്, ഞാൻ വെറും ഒരു പിച്ചക്കാരനാ.
എന്നെ കൊല്ലല്ലേ സാറ്. നീ സ്ഥിരം ചർച്ച് റോഡിൽ കിടന്ന് പിച്ചെടുക്കുന്നവനല്ലേ? ഈ കുഞ്ഞിനെ നിനക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞിപ്പോ എവിടെയുണ്ട്? എനിക്കതാ അറിയേണ്ടത്. എന്റെ സാറേ, ഞാൻ ഒരു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. മാഡം, ഇയാളെ ജാമ്യത്തിലിറക്കാൻ ഒരു വക്കീൽ വന്നിട്ടുണ്ട്. ഇവന് ജാമ്യത്തിലിറക്കാനോ? അതെ മാഡം. ആ, അയാളെ വിളിക്കും. ഞാൻ പോരൻ സാറ്. തനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്താ മാഡം? പൊതുസ്ഥലത്ത് വെച്ചൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു യാചകനെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. അവനെ ഇതിനകത്തേക്ക് കൊണ്ടിടുന്നതിന് മുമ്പ് തന്നെ അവനെ ജാമ്യത്തിലിറക്കാൻ വക്കീൽ വരുന്നു. അവൻ വക്കീലിനൊപ്പം ഇറങ്ങിപ്പോകുന്നു. ഞൊടിയിടയിൽ അവന് വേണ്ടി ഒരു വക്കീൽ ഇവിടെ പറന്നെത്തണമെങ്കിൽ അവൻ ആരായിരിക്കും? ഒരു വലിയ റാക്കറ്റിലെ കണ്ണിയാവും മാഡം. യെസ്, അവന് മുകളിൽ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. കാശി. കുഞ്ഞുമണിയെക്കുറിച്ച് നിർണായകമായ ഉത്തരങ്ങൾ നൽകാൻ കാശിക്ക് കഴിയും. ഇങ്ങനാണോടാ ഒരു സംഘത്തിൽ പ്രവർത്തിക്കുന്നത്? നീ ഒരാള് കാരണം ഞാനും എന്റെ കൂട്ടാളികളും ഈ താവളവും തന്നെ ഇല്ലാതാവുമായിരുന്നു. കേടാ, വഴിയിൽ കണ്ട പിള്ളേരെയൊക്കെ കയറി പിടിക്കാൻ നിന്ന ആൾക്കാർ കൈയും കെട്ടി നിൽക്കുമെന്ന് കരുതിയോ? അതും അപ്പൊ മുന്നിൽ വന്ന് ചാടിയതാരാന്ന് നോക്ക്. ആ CI മുന്താസ്. ബാലസുരക്ഷാ സ്പെഷ്യൽ സ്ക്വാഡിലെ ഒരു അംഗമാണ് അവര്. എന്തെങ്കിലും വായിന്ന് അറിയാതെ വീണു പോയിട്ടുണ്ടോടാ? അയ്യോ ഇല്ല മാഡം, നാട്ടുകാർ തള്ളിയിട്ട് വന്ന CI തള്ളിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. മാഡത്തിന് അറിയാലോ എന്നെ. ഉയർ പോണാലോ നമ്മ തൊഴിലിനെ ഒറ്റിക്കൊടുക്കോ? മുന്താസ് ബുദ്ധിയുള്ള പോലീസുകാരിയാ. ചുമ്മാതല്ല SI ബലരാമൻ നിന്ന് വിറയ്ക്കുന്നത്. ഈ നിൽക്കുന്ന വക്കീല് ഞൊടിയിട കൊണ്ട് സ്റ്റേഷനിൽ വന്നു കയറി നിന്നെ ജാമ്യത്തിൽ വാങ്ങി വന്നെങ്കിലും ഇനി നീ അവരുടെ കണ്ണിലെ കരട് തന്നെയാ. അയ്യോ ഇല്ല മാഡം, ഞാനായിട്ട് ഒരു സന്ദേഹത്തിന് ഇട കൊടുത്തിട്ടില്ല. കാശി, നിനക്ക് ഈ വീഴ്ച സംഭവിക്കുന്നത് ഇതിപ്പോ എത്രാമത്തെ ആവർത്തിയാന്ന് ഓർക്കണം. തലനാരിഴയ്ക്കാ നീ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നത്. നോക്ക്, വളരെ തന്ത്രപരമായി ആൾക്കൂട്ടത്തിന് മധ്യയുള്ള കൺകെട്ട് വിദ്യ പോലെയാ ഇവിടേക്ക് നമ്മൾ കുട്ടികളെ എത്തിക്കുന്നത്. അന്വേഷിക്കുന്ന ഒരാൾക്കും നിഴൽ വെട്ടത്ത് പോലും എത്തിപ്പെടാൻ കഴിയാത്ത വിധം ജാഗ്രതയോടെ ഈ തൊഴിൽ നമ്മൾ വിജയിക്കുന്നുണ്ട്. അറിയാം മാഡം. എന്തറിയാവുന്ന? തട്ടിക്കൊണ്ടുവരുന്ന കുട്ടികളോട് കഥ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഇരിക്കുമല്ല ഞാനിവിടെ. എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എല്ലാവരോടും ഉത്തരം പറയണം, കണക്ക് ബോധിപ്പിക്കണം. അങ്ങനെയുള്ള വലിയൊരു ബിസിനസ്സായത്. അതിനിടയില് നീ വരുത്തി വെക്കുന്ന പൊല്ലാപ്പുകളിൽ തലയിടാൻ എനിക്ക് വയ്യ. കാശി, നീ ഇപ്പോ ആ മുംതാസിന്റെ നോട്ടപ്പുള്ളിയാണ്. ആ കുഞ്ഞിന്റെ കേസ് മുംതാസിന്റെ കയ്യിലുള്ളത് കൊണ്ട് അവർ നിന്നെ സംശയിക്കും. നീ അറിയാതെ നിന്റെ പിന്നാലെ വരികയും ചെയ്യും. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നീ ഇനി പുറത്തിറങ്ങണ്ട. അയ്യോ, അതെങ്ങനെ ശരിയാകും? എന്റെ പണി നാം വെറുതെ ഇരിക്കാനോ? ഇരിക്കണം. നീ നിന്റെ വീട്ടിൽ കയറി വെറുതെ ഇരിക്കെ, അല്ലെങ്കിൽ ദൂരെ നാട്ടിലേക്ക് എവിടേക്കെങ്കിലും വണ്ടി കയറ്. രണ്ടായാലും നീ കുറച്ചു നാളത്തേക്ക് മാറി നിന്നേ പറ്റൂ. ചെലവിനുള്ള കാശ് ഞാൻ തന്നോളാം. ഓ ശരി മാഡം. എങ്കിൽ നീ ചെല്ലേ, നിനക്കുള്ള കാശ് ഞാൻ അവിടെ എത്തിച്ചോളാം. ഇതിനിടയിൽ പിച്ചച്ചട്ടി എടുത്ത് നീ ഇറങ്ങിയെന്ന് ഞാൻ അറിയരുത്. ഇല്ല മാഡം, இந்த കാശ് വാക്ക് മാറ മാട്ട. കുറച്ച് ദിവസത്തേക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം മാഡം. എങ്കിൽ ചെല്ലേ. മാഡം, എന്റെ കാര്യം എന്താ വക്കീലെ, നീലാംബരിയെ വിശ്വാസം ഇല്ലാതാവുന്നുണ്ടോ? അയ്യോ, അതുകൊണ്ടല്ല. വക്കീല് ഞങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറിയാലും കോടതിയിൽ കയറിയാലും അതിനുള്ള കൂലി കണത്തിൽ തന്നെ കിട്ടിയിരിക്കും. ഓ സന്തോഷം. ഐരാവത, CI മുന്താസ്.
അവൾ ഇനി വെറുതെ ഇരിക്കില്ല. നീലാംബരി എന്ന പേരോ എന്റെ മുഖമോ അവളുടെ മനസ്സിൽ പോലും തെളിയാൻ പാടില്ല.